നമ്മളെ സാധനം പ്രധാന സാധനം വരുന്നുണ്ട്. ഇത് നോമ്പുറക്കല്ല സാധനങ്ങള്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. മുട്ടക്കാക്കുന്ന പേര് വരാൻ കാരണം നിങ്ങൾക്ക് ഇയാളെ മുട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അറിയോ, ഒരു മുട്ട ഇത്രയ്ക്ക് തിളങ്ങൂല. എമ്മ തിളക്കുന്നൊക്കെ നല്ല ചായ. ആ മസാല പുളിമുട്ടായി ആണ്. നമ്മളെ കോഴിക്കോട്ട് അങ്ങനെ കുറേ കാലത്തെ കാത്തിരിപ്പ് കഴിഞ്ഞ് ഞങ്ങളിവിടെ അവസാനം എത്തിയിട്ട് ഇതാണ് നമ്മളെ കുഞ്ഞിക്ക റെസ്റ്റോറൻറ്റ്. അജ്മാനിലെ അൽബുസ്ഥാനിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇത് വരുന്നത്. മുസല്ല സൂക്കിൻ്റെ അടുത്താണ്. മച്ചാൻസേ പൊളിയല്ലേ. ഇന്ന് ഞങ്ങൾ അജ്മാനിലാണ്. ആലയിൽ നിന്ന് അജ്മാനിക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ ചില കാരണങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് ഉള്ളിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കമോ. അത്യാവശ്യം പാർക്കിംഗ് ഉള്ള സ്ഥലമാണ്, ഫ്രീ പാർക്കിംഗ് ഏരിയയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ചായ കുടിക്കാനൊക്കെ പറ്റിയ കുറച്ച് നിന്ന് ഇരുന്നിട്ടൊക്കെ കുടിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പല എണ്ണക്കടികളുണ്ട്. കുറേ നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയല്ലേ പോയത്. അപ്പോൾ കുറേ വെറൈറ്റീസും പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. മാഷാ അല്ലാ, അവിടെ എത്തിയപ്പോൾ ആകെ തിരക്കാണ്. അപ്പം എന്താ അവിടെ ഇരിക്കാൻ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഫുള്ളല്ല. ഇപ്പോൾ വരും എല്ലാവരും. എല്ലാം ബുക്ക്ഡ് സ്ഥലങ്ങളാണ് നോമ്പിന് വേണ്ടി, ഇഫ്താറിന് വേണ്ടി. പലഹാരം എത്തി. പക്ഷേ ഓരോരുത്തർ കിറ്റ് ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആ കിറ്റ് അത്യാവശ്യം 14 ദിറംസിന് നല്ല 5-6 കടികളും പിന്നെ ബിരിയാണി. ക്ഷീണമല്ലാതെ ആലയിൽ നിന്ന് അജ്മാൻ വരെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയില്ല. അത് ആ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് അത് ഈ സാധനം തിന്നാനാണ്. ഇതൊന്നും നല്ല സാധനം, പ്രധാന സാധനം വരുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്, നേരെ അറിയണം. പിന്നെ ആ സാധനം കഴിച്ച് നിങ്ങളെ ക്ഷീണം മാറിപ്പോവില്ലേ? അത് തിന്നാൽ മനസ്സും മാറും. ഇവിടുത്തെ ബാങ്ക് കൊടുത്തില്ലേ, അജ്മാനിലത്തെ കുറച്ച് ലേറ്റാണ്. ഇതിവിടുത്തെ മെയിനായിട്ടാണ് കേട്ടോ. നല്ല അടിച്ച ചായ എന്തായാലും ട്രൈ ചെയ്യും. ആലു ബോണ്ട, ഉള്ളിവട, പാലക്കറ്റ് പുഡിങ്, അങ്ങനെ കുറേ പലഹാരങ്ങൾ കൂടെ നല്ല അടിച്ച ചായ. ഞാനൊരു ടീ ഫാനല്ല, പക്ഷേ ഈ ചായ ഞാൻ സത്യം പറഞ്ഞ 3 പ്രാവശ്യം കുടിച്ചത്. നല്ല അടിച്ച ഫ്രഷ് മിൽക്ക് ചായ. നല്ല ചായ സാധനം. നല്ല ക്വാളിറ്റി ഉള്ളൊരു ചായയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. നിങ്ങൾ എന്തായാലും വന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല ഫ്രഷ് മിൽക്കും അതേപോലെ നല്ല അടിച്ച ചായ. എന്താ പറയുക, ചായൻ്റെ പറ്റി പറഞ്ഞാൽ അങ്ങോട്ട് മതിയാവുന്നില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിക്കൊന്ന് ഇറങ്ങിയിട്ട് വേഗം പോവാണ്. Only small. Small. ഒരു മണിക്കൂറിന്റെ കാത്തിരിപ്പാണ് മൂപ്പറ്റ. അതാ വന്നു. അവസാനം സാധനം എത്തിയിട്ടുണ്ട്. സാധനം എന്തൊക്കെയാ ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്. ഒന്നും മെയിൻ്റില്ല. ഞാൻ അങ്ങനെ ഓരോന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഒക്കെ മിക്സ് ചെയ്ത് പപ്പടം കൂട്ടിയിട്ട് ഇങ്ങനെ തിന്നാൻ തുടങ്ങി. എന്താ ടേസ്റ്റ് അറിയാം. നമ്മൾ അതേ റഹ്മത്ത് ഹോട്ടലിൻ്റെ അതേ ടേസ്റ്റ്. വെയിറ്റിംഗ്. അടിപൊളി ബിരിയാണി. നമ്മളെ കോഴിക്കോട്ട് ഫെയിമല്ലേ. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടില്ല. നോമ്പിനും ഉണ്ട് കേട്ടോ ഈ ബിരിയാണി ഇവിടെ അവൈലബിൾ.
പകലുണ്ടാവുള്ളൂ, ഉച്ച ശേഷം ക്ലോസ് ആവും. ഇവരാണ് ആ മുതല്. മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അമ്മ മോന് കഴിക്കുന്നുണ്ട്. അല്ല കറക്റ്റ്. എങ്ങനെയുണ്ട്? ബീഫ് ബിരിയാണി കിട്ടിയില്ല. ചിക്കൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ബീഫ് ബീഫിന് ഡിമാൻഡ് കൂടുതൽ. പക്ഷെ ബീഫ് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ. പുളിമുട്ടായി കണ്ടപ്പോ കൺട്രോൾ പോയിട്ടോ. പുളിമുട്ടായി ആണല്ലോ. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ചാടി ഒന്ന് എടുത്ത്. ഇത്ര പുളിയുണ്ടോ? ശരിക്കുള്ള പുളിയാ? കറക്റ്റ് ആണ്. നമ്മളെ നാട്ടിലത്തെ അതേ സാധനം അവിടെ തന്നെ കൊണ്ടുണ്ടാവും. അങ്ങനെ അവിടെ ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ആദ്യം കുറച്ചു നേരം സ്കൂട്ടറൊക്കെ കളിച്ചു. പിന്നെ കുഞ്ഞിക്ക റെസ്റ്റോറൻറ്റിൽ പ്രത്യേകത എന്താ പറയുക, ഫുഡ് ഇവിടെ കഴിച്ച വയറെന്നറിയും, അത് എല്ലായിടത്തുമാണ്. പക്ഷെ ഇവിടെ മനസ്സെന്നറിയും. കാരണം അങ്ങമാരി സൽക്കരിക്കലാണ് നമ്മളെ കുഞ്ഞിക്കയുടെ വക. ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്ന അതേ ഫീലാണ്. ചട്ടി പറ്റിയ കോഴി. ചട്ടി പറ്റിയ കോഴി, പുതിയാപ്പിള കോഴി. എക്സ്പ്ലനേഷൻ ഒന്നും വല്ലാതെ വേണ്ട. ആദമിന്റെ പിന്നാലെ ഗ്രൗണ്ടിൽ ഓടിയിട്ട് ഇതിന് പെട്ടെന്നൊന്ന് കഴിക്കണം എന്നൊരു മൈൻഡിലാണ്. ഇത് ഇവിടുത്തെ ഒരു മൂവിങ് ആയിട്ടാട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടയർ റൊട്ടിയും പല സംഭവങ്ങൾ പറയാറുണ്ട് പല നാട്ടിൽ. നമുക്ക് മെയിൻ കഴിക്കലാണ്. അപ്പോൾ എന്തായാലും അത് കൂട്ടി നമ്മൾ കഴിക്കാം. അതവിടെ ചിക്കൻ ഉണ്ട്, ചട്ടി പറ്റിയ കോഴി, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ മസാല രക്ഷയില്ല. അതേപോലെ പുയ്യാപ്പിള പൂത്തും നല്ല ഉരട്ടിയും പുതിയാപ്പിള പൂത്തും ഒരു പീസ് കൊടുത്തിട്ട് പറയാതിരിക്കാൻ വയ്യ. ഒരു ഐറ്റം സൂപ്പറാണ്. ഇത് ഇവിടുത്തെ മെയിൻ മൂവിങ് സംഭവങ്ങളാണ്. ചട്ടി പറ്റിയ കോഴി, നാടൻ സാധനം. തേങ്ങാക്കൊത്തൊക്കെ നല്ല മസാലയിലൊക്കെ മുക്കിയിട്ടുള്ള സാധനം അരി പൊരിച്ചതാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല നല്ല വെറൈറ്റി മസാല. വെളിച്ചെണ്ണയൊക്കെ ചെമ്പളിതാ വരിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആൾക്കാർ വരിക, വാങ്ങാൻ പോവുക, നല്ല തിരക്കാണ്. മാഷാ അല്ലാ. എന്തായാലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നമ്മളൊരു ഫേമസ് ടിക്ടോക്കറിനെ കണ്ടു പരിചയപ്പെട്ട്. ആഷിക്കൊക്കെ വന്നു. സ്ഥിരം ചായന്റെ പേരാന്ന് പറഞ്ഞു. അതായത് സംഭവം എന്താ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ നമ്മുടെ തറവാട്ടിൽ നിന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തറവാട്. ഞാൻ പുറത്തായി നിങ്ങൾ കാക്കി നിങ്ങൾ ആരെ മൈൻഡാക്കി നിങ്ങളാരും മൈൻഡാക്കി നിങ്ങൾ കാക്കുന്നത് ഇത് പറഞ്ഞാൽ നമ്മളെ റഷീഖാന്റെ കടയിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു ചായ, പ്രത്യേക ചായ. ഞാൻ 3 ചായ കുടിച്ചു. സൂപ്പർ ചായ. അപ്പൊ ഈ അജ്മാൻ ഭാഗത്തുള്ള ആൾക്കാർ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അജ്മാൻ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് കുഞ്ഞിക്കല വന്നിട്ട് യാതിരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ നല്ലൊരു സീൻ എനിക്ക് കിട്ടി, നല്ല ചായ എടുക്കണ ഒരു സീൻ. അപ്പം എന്തായാലും കുഞ്ഞിക്ക റെസ്റ്റോറൻറ്റിൽ വരിക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാതെ. അടുത്ത ഒരു ടിക്ടോക്കറിനെ നമ്മൾ പരിചയപ്പെട്ട നമ്മൾ പച്ചമുളക് റെസ്റ്റോറൻറ്റ് ആള് മൊട്ടക്കാക്ക, അവരെയും കണ്ട് സംസാരിച്ച് നല്ല രസേന്. ഇവർക്ക് വേറെ പ്രത്യേകത അറിയുക, ഒരു പ്രത്യേകത ഇല്ലാത്തത് ഇവര് നിങ്ങളാരുടെ ഉപ്പ അപ്പൊ ഇങ്ങനെ എന്നെ സമ്മതിക്കണ്ടല്ലേ? കാരണം 2 ലൈറ്റ് അടിച്ച് കാണിന് പീസ്
പേര് മുട്ടക്കാക്കാന്ന് പേര് വരാൻ കാരണം അറിയാം ഇയാളെ മുട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അറിയാം ഒരു മുട്ട ഇത്രയ്ക്ക് തിളങ്ങൂല. അമ്മ തിളക്കുന്നൊക്കെ അതിങ്ങനെ നോക്കണ ആരെ സെയിം. നേരത്തെ നമ്മൾ പറഞ്ഞ ആളാണ് മുസ്താക്ക, റഹ്മത്ത് ഹോട്ടലിൻ്റെ അതേ അവിടുത്തെ ആ കുക്കാണ്. മൂപ്പര് എല്ലാവരും ഇങ്ങനെ സൽക്കരിച്ച് നടക്കുകയാണ്. ശരിക്കും ഒരു കല്യാണ വീട് ഫീലാണ് ഇവിടെ വന്നാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ കുഞ്ഞിക്ക റെസ്റ്റോറൻറ്റിൽ എന്തായാലും ഒരു വട്ടം വിസിറ്റ് ചെയ്ത് നോക്കാം. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.